ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 3 കിടിലൻ ഗാഡ്ജറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഗാഡ്ജറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫിംഗർ ടിപ്പ് വീഡിയോ കൺട്രോളർ. ഇതാണ് നമ്മുടെ ഫോൺ സ്ക്രീനിൽ ടച്ച് ചെയ്യാതെ തന്നെ യൂട്യൂബ്, റീൽസ്, അതുപോലെ തന്നെ ടിക്ടോക്ക് വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഗാഡ്ജറ്റ്. ഇത് ഓൺ ചെയ്യാൻ ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ LED ബ്ലിങ്ക് ആവും. എന്നിട്ട് നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്ത് ഈ ഗാഡ്ജറ്റുമായിട്ട് പെയർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ റീൽസ് ഒക്കെ എടുത്തിട്ട് ഇതിലെ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഓരോ വീഡിയോസ് ഇതുപോലെ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റിലേക്ക് പോകും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബ് ഷോർട്സും റീൽസും ഒക്കെ കാണുന്നവർക്ക് ഈ ഒരു ഗാഡ്ജറ്റ് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഗാഡ്ജറ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക. നമുക്കിനി അടുത്ത ഗാഡ്ജറ്റിലേക്ക് പോവാം. അടുത്ത ഗാഡ്ജറ്റ് വായിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ബുക്ക് റീഡിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഉള്ളവർക്ക്, അതായത് യാത്ര ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മറ്റൊരാളുമായിട്ട് റൂം ഷെയർ ചെയ്ത് താമസിക്കുമ്പോഴും രാത്രിയിലൊക്കെ നമുക്ക് ബുക്സ് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗാഡ്ജറ്റ് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം കൂടെയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ചെറിയ വെട്ടത്തിൽ ബുക്സ് ഒക്കെ റീഡ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പവർ ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ ലൈറ്റ് ഓൺ ആവും. 3 ലെവൽ ബ്രൈറ്റ്നസ് ഉണ്ട്. അപ്പം ഈ ഗാഡ്ജറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്കിനി ഇന്നത്തെ ലാസ്റ്റ് ഗാഡ്ജറ്റിലേക്ക് പോകാം. ഇന്നത്തെ ലാസ്റ്റ് ഗാഡ്ജറ്റ് ഈ മൊബൈൽ ഹോൾഡറാണ്. ഇതിൻ്റെ അടിയിൽ ഒരു സക്ഷൻ കപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ച് ഈ മൊബൈൽ ഹോൾഡർ കാർ ഡാഷ് ബോർഡിലൊക്കെ ആണെങ്കിലും മൗണ്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതൊരു കാറിൻ്റെ ഷേപ്പിൽ വരുന്നതുകൊണ്ട് തന്നെ ഡാഷ് ബോർഡിലൊക്കെ വെച്ചാലും കാണാൻ അല്പം ഭംഗിയൊക്കെ ഉണ്ടാവും. അധികം ബോറായിട്ടൊന്നും തോന്നത്തില്ല. അപ്പം ഇതൊരു നല്ല മൊബൈൽ ഹോൾഡറായിട്ട് തന്നെ എനിക്ക് തോന്നി. നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. പിന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.